ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ വോൾ ഡെക്കർ ഐഡിയ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു വോൾ ഡെക്കർ ഐഡിയ ആണ്. അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് പറയണം. ഇത് നമ്മൾ വീട്ടിലൊക്കെ നോർമലി നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിനൊക്കെ നമുക്ക് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ നമ്മുടെ ചുമരിൽ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെക്കർ ഐഡിയയാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഈ ഒരു മരത്തിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സൈസ് കിട്ടുന്നതിനനുസരിച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കാം. നമുക്ക് ഏകദേശം ഒരു മരത്തിൻ്റെ ഡിസൈൻ നമുക്ക് തോന്നുമ്പം നമുക്ക് ഗൂഗിളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു വോൾ ഡെക്കർ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3000 എങ്കിലും നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മളായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പലരുടെ അടുത്തും ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി നിങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് നല്ല നല്ല പുതിയ ഐഡിയാസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവും അതെനിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു റഫായിട്ടുള്ളൊരിത് വരയ്ക്കുക. ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ടിൽ A3 A4 പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചിട്ടും ഇതുപോലെ ചെയ്യാം. ഓക്കെ, അതായത് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കായാലും തുടക്കക്കാർക്കായാലും അങ്ങനെ ട്രൈ ചെയ്യാം. വേണമെങ്കിൽ ട്രേസ് ചെയ്യുക, അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ കാർഡ്ബോർഡ് അത്ര വലിയ നീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രിൻ്റ് ഔട്ട് തന്നെ നല്ല രീതിക്ക് ഗം വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ മാറി നിൽക്കരുത്. ഇതൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടും ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയനുസരിച്ച് ഏത് കളർ യൂസ് ചെയ്യാം. പക്ഷേ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പം നമുക്കതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ചിലവർക്ക് വേണമെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഗിൽട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഗമ്മ് കിട്ടുമല്ലോ. ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് ഗമ്മ് ഇതാക്കിയതിന് ശേഷം നമുക്ക് ഗിൽട്ട് ഇതിലേക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വൈറ്റ് കാർഡ്ബോർഡിൽ ഇതുപോലെ ഇലകൾ മുറിച്ചെടുക്കുക. ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം യൂണിഫോം ആയിരിക്കണം. നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസിലെങ്ങാനും കട്ട് ചെയ്തിട്ട് ഒരേപോലെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ, കാരണം പിന്നീട് നമ്മൾ പെയിൻറ്റ് ചെയ്യണ്ട. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ഓരോ മരത്തിൻ്റെ ചില്ലിൻ്റെ സൈഡിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി. ഇപ്പം തന്നെ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ ഓരോ സ്പേസിലെ അറ്റത്ത് ഇതിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കമൻറ്റ് ചെയ്യുക. ഓരോ ഏരിയയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ്. ചിലപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണോ അതിൻ്റെ മുന്നേ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. അതെല്ലാം നിങ്ങൾ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം. എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള ഓരോ ഐഡിയാസ്, ഇതിപ്പം ഞാൻ എവിടെയും കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. ഇപ്പം പോസിറ്റീവ്സ് മാത്രം പറയണമെന്നില്ല, നെഗറ്റീവ്സും പറയാം. കാരണം എന്നാലല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുക എന്താണ് നിങ്ങൾക്ക് ഇതിൽ തോന്നിയത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടോ, ഏതെങ്കിലും ഏരിയാസിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ടോ, അതോ ഇനി ഗിൽട്ട് ചെയ്താലാണോ കൂടുതലും, എല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതുപോലെയുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഐഡിയാസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്ന ആളല്ല ഞാൻ, എന്നാലും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള ക്രാഫ്റ്റ്സ് ഞാൻ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പറയുക. അതിപ്പോൾ ഇതുപോലെ ഞാൻ എന്താ വെച്ചാൽ സോൾഡറിങ് അയണാണ് ഇതിലെടുത്തിരിക്കുന്നത്. ആ സോൾഡറിങ് അയൺ ഇട്ടിട്ട് ഞാൻ ഒരു ഹോൾസ് ഇടുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡി ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ അതിലിരുന്ന് ബോറടിക്കുമല്ലോ നമുക്ക്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ മനസ്സിലായില്ലേ, ഇതുപോലെ നമ്മൾ സോൾഡറിങ് അയൺ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇനി അത് നടന്നില്ലെങ്കിൽ, സോൾഡറിങ് അയൺ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സൈഡ് ഇച്ചിരി
ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ഹോൾസ് ഇട്ടതിന് ശേഷം വെയിലത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ. ഇതുപോലെ ലൈറ്റിംഗ് ഉള്ളിലേക്ക് വരുന്നൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ടൂളാണെങ്കിൽ അത് വെച്ചും ഹോൾസ് ഇടാം. എന്നിട്ട് ബാക്കിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്താണ് ഹോൾഡിംഗ് ആയും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നല്ല രീതിയിലൊരു കുറച്ച് കരിഞ്ഞ് വരും. അപ്പോൾ ഈ ഇങ്ങനെ തള്ളി നിൽക്കില്ല കാർഡ്ബോർഡിൻ്റെ ഭാഗം. ഇനി സോൾഡറിങ് അയൺ യൂസ് ചെയ്യാൻ പേടിയോ അല്ലെങ്കിൽ സോൾഡറിങ് അയൺ കയ്യിലില്ലാത്തവർക്ക് ജസ്റ്റ് ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഹോൾസ് കിട്ടണം, അടയാത്ത രീതിയിൽ. ഇനി നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് രാത്രിയിലും കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇതിന് LED ചെയ്യുകയാണ്. LED ലൈറ്റ് നമുക്ക് ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടും. 20 രൂപയാണ് വരുന്നത് ഷോപ്പിൽ, 15-20 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇനി സൈഡ് പീസിൽ പാരലായിട്ട് ഒട്ടിക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ അവിടെ ഒട്ടിക്കാം. എന്നിട്ട് സൈഡ് മുഴുവൻ കവർ ചെയ്തെടുക്കും നമ്മൾ. ഇതുപോലെ തന്നെ കവർ ചെയ്തെന്ന് വെച്ചാൽ ലൈറ്റ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒരു ബോക്സ് മോഡലാക്കുക ചെയ്യുന്നത്. ചിലവർക്ക് നമുക്ക് ബോക്സ് മോഡൽ തന്നെ കിട്ടും TV-യുടെ കവറിലൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ബോക്സ് കട്ട് ചെയ്ത് കളയരുത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്കതിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്ന LED ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള. ഇനി ലൈറ്റ് വന്നതിന് ശേഷമുള്ള നമുക്ക് കാണാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ലൈറ്റ് എന്ന്. ഓക്കെ, ഇനിയിപ്പം ഞാൻ ലൈറ്റ് ഇട്ടു. അപ്പോൾ ഇതാണ് ലൈറ്റ് ഇട്ടതിന് ശേഷം, അതായത് നമ്മൾ വെളിച്ചത്തിൽ തന്നെ ലൈറ്റ് ഇടുമ്പോഴുള്ള ഔട്ട്പുട്ട്. ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വ്യൂ ആണ്. ഓക്കെ, ഇതിനി നമുക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ്. ഇത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വ്യൂ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആയിരിക്കും ഇത് ഭയങ്കരമാണെന്നുള്ള തോന്നലുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലതും കണ്ടിട്ട്. അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.